ഒരൊറ്റ ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസോളം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്ന് ഫുഡായിട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. കണ്ടപ്പോൾ അടിപൊളി ലുക്കും ഉണ്ട്, നല്ലൊരു ഇതുണ്ടാവും. ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലോണം ഇതാക്കിയതിന് ശേഷം നേരെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നാലും കൂടി നല്ലോണം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ ചെറുള്ളി ഇട്ട് കൊടുക്കാം. മസ്റ്റായിട്ട് ചെറുള്ളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. സബോള ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഈ ചെറുള്ളിയും ഇതൊക്കെ ഒന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ളത്, അതായത് ഓരോരുത്തർ ഉപ്പിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് നേരെ ചെറുതാക്കി അരിഞ്ഞ് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം എത്രത്തോളം പൊടിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് പൊടിയാക്കി അരിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളെ പൊടികളാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി അരച്ചതാണ് കേട്ടോ. ഒരു തക്കാളി നമ്മൾ അരിഞ്ഞിടാൻ വേണം, ഒരു തക്കാളിയിലേക്ക് അരച്ചൊഴിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഈ തക്കാളി അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണവും അതും ഇതൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ. അതായത് ഒന്ന് ടൈറ്റായി ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് ലൂസാവുകയും ചെയ്യും. നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് തിളയ്ക്കുമല്ലോ. ആദ്യം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. വാളംപുളിയുടെ വെള്ളം. അത് കുറേയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇതാക്കി കുറച്ച് നേരം ഇതാക്കി വെച്ചതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ചെറിയ രീതിയിലൊന്ന് തിളച്ച്, അപ്പം തിളച്ച് വരുമ്പോഴേക്ക് ഫ്രഷ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. അപ്പോൾ തിളച്ച് മീൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരെ കട്ടി നാളികേരപ്പാൽ അതിലൊഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം നമ്മളെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങ് അടച്ച് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.